മിമിക്രി താരം ബിനു അടിമാലിയും ബിനുവിന്റെ മുൻ മാനേജറും ഫോട്ടോഗ്രാഫറുമായ ജിനേഷും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ചാ വിഷയമാണ്. എന്നാൽ ജിനേഷ് ബിനു അടിമാലിക്കെതിരെ പറഞ്ഞ എല്ലാ വാദങ്ങളും പൂർണ്ണമായും തള്ളുകയാണ് ബിനു അടിമാലി ചെയ്തത്. അതിനിടെ അന്തരിച്ച സുധിയുടെ ഭാര്യ രേണു തന്റെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത സ്റ്റോറിയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. സുധിയുമായി ബന്ധപ്പെട്ട് അവർക്കൊപ്പം പ്രവർത്തിച്ചവരുടെ തന്നെ തർക്കങ്ങൾ മുറുകുന്നതിനിടെയാണ് രേണുവിന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി. വിധവ, അത് ആയവർക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു വേദന. അത് ആരും ആകാതിരിക്കട്ടെ. നിസ്സാരമല്ല വിധവയായിട്ടുള്ള ജീവിതം. അത് വലിയ റിസ്ക് ആണ്. പല പ്രശ്നങ്ങളെ തരണം ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം എന്നുമാണ് രേണു സ്റ്റോറിയിൽ പറയുന്നത്. മറ്റൊരു സ്റ്റോറിയിൽ തനിക്കൊരു താൽക്കാലിക ജോലി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നുവെന്നും പോസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ അത് രേണു പിന്നീട് നീക്കം ചെയ്യുകയും ചെയ്തു. മിമിക്രി ചലച്ചിത്ര താരമായ ബിനു അടിമാലി സുധിയുടെ മരണശേഷം സുധിയുടെ വീട്ടിൽ പോയത് PR വർക്കിന്റെ ഭാഗമായിട്ടാണെന്ന് ജിനേഷ് ആരോപിച്ചത് വലിയ ചർച്ചകൾക്കിടയാക്കിയിരുന്നു. ബിനു അടിമാലി സിമ്പതിക്ക് വേണ്ടിയാണ് സുധിയുടെ വീട്ടിലും കൂടെ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മഹേഷ് കുഞ്ഞുമോനെ കാണാനും പോയതെന്നുമായിരുന്നു ജിനേഷ് ആരോപിച്ചത്. ഫ്ലവേഴ്സ് ചാനലിൽ സ്റ്റാർ മാജിക് എന്ന പരിപാടിയിൽ സന്തോഷ് പണ്ഡിറ്റുമായി നടന്ന പ്രശ്നത്തോടെ തന്റെ ഇമേജ് പോയിരിക്കുകയാണെന്നും അത് മാറ്റാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് സുധിയുടെ വീട്ടിൽ പോയപ്പോൾ ചാനലുകാരെ വിളിച്ച് അറിയിച്ചതെന്നൊക്കെയായിരുന്നു ജിനേഷ് ആരോപിച്ചത്. കൂടാതെ ജിനേഷിനെ ബിനു അടിമാലി റിയാലിറ്റി ഷോയുടെ ലൊക്കേഷനിൽ വിളിച്ചു വരുത്തി ക്യാമറ തല്ലി തകർക്കുകയും മുറിയിൽ പൂട്ടിയിട്ട് ഉപദ്രവിക്കുകയും ചെയ്തെന്നും ജിനേഷ് ആരോപിച്ചിരുന്നു. എന്നാൽ താൻ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നും അന്നം തരുന്ന ക്യാമറ തല്ലി പൊട്ടിക്കില്ലെന്നുമാണ് ബിനു അടിമാലി ഇതിന് വിശദീകരണമായി പറഞ്ഞത്. സുധിയുടെ വീട്ടിൽ പോയത് ജിനേഷ് പറഞ്ഞിട്ടാണെന്നും താൻ അതിന്റെ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കരുത് എന്ന് പറഞ്ഞെങ്കിലും ജിനേഷ് വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇടുകയായിരുന്നുവെന്നും ബിനു പറയുന്നു. ജിനേഷിന് ഗൂഗിൾ പേ വഴി പണം നൽകിയതിന്റെ തെളിവുൾപ്പെടെ ബിനു അടിമാലി ഇതിനൊപ്പം പുറത്തുവിട്ടിട്ടുമുണ്ട്. പണ്ട് മുതലേ തനിക്കൊപ്പമുള്ള കൂട്ടുകാർക്കൊപ്പമാണ് താൻ ഇപ്പോഴും മിമിക്രി ചെയ്യുന്നത്. കൂടുതൽ സ്റ്റേജുകളിൽ പരിപാടി അവതരിപ്പിക്കുന്നു എന്ന് കരുതി ഇതുവരെ തന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. തനിക്കെതിരെ രംഗത്ത് വന്നിട്ടുള്ള വ്യക്തി പല ചാനലുകളിലും പലതാണ് പറയുന്നത്. ഒരെണ്ണത്തിൽ താൻ എടുത്തെറിഞ്ഞുവെന്നും മറ്റു ചിലതിൽ പറയുന്നത് ചവിട്ടിക്കൂട്ടി എന്നൊക്കെയാണെന്നും ബിനു അടിമാലി പറയുന്നുണ്ട്. ഈ വാർത്തകളൊന്നും താൻ നേരിട്ട് കേട്ടിട്ടില്ലെന്നും അങ്ങനെ കേട്ടാൽ താൻ തകർന്നു പോകുമെന്നും താൻ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്നുമാണ് ബിനു അടിമാലി പറയുന്നത്. മലയാള ടെലിവിഷൻ പ്രേക്ഷകരെ ഒത്തിരി സന്തോഷിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള കലാകാരനായിരുന്നു കൊല്ലം സുധി. കോഴിക്കോട് നിന്നും തിരുവനന്തപുരത്തേക്കുള്ള യാത്രക്കിടയിൽ നടന്ന വാഹന അപകടത്തിലാണ് കൊല്ലം സുധി മരിക്കുന്നത്. വടകരയിൽ നിന്ന് പരിപാടി കഴിഞ്ഞ് കാറിൽ മടങ്ങവേ 2023 ജൂൺ 5 പുലർച്ചെയാണ് അപകടം നടന്നത്. അന്ന് കാറിലുണ്ടായിരുന്ന ബിനു അടിമാലി, കാർ ഡ്രൈവർ ആർട്ടിസ്റ്റ് മഹേഷ് കുഞ്ഞുമോൻ എന്നിവർക്ക് അപകടത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സുധി മാത്രമായിരുന്നു ഭാര്യ രേണുവിനും 2 മക്കൾക്കും ആശ്രയമായി ഉണ്ടായിരുന്നത്. സുധിയുടെ മരണത്തിന് പിന്നാലെ ജീവിതം ബുദ്ധിമുട്ടിലായ തന്നെ ലക്ഷ്മി നക്ഷത്ര അടക്കമുള്ളവർ സഹായിക്കാറുണ്ടെന്ന് പലപ്പോഴും രേണു തന്നെ തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.